കെമിസ്ട്രിയിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പോൾ പാർട്ട് 1 നമ്മൾ കഴിഞ്ഞു. ഇനി പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ കാണണം, അത് മനസ്സിലാക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് കടക്കാം. അടുത്തൊരു മാതൃകയാണ് റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃക. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃക അറിയപ്പെടുന്ന പേരെന്താണ്? സൗരയുദ്ധ മാതൃക. ആരുടേതാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. സൗരയുദ്ധ മാതൃക ഏണസ്റ്റ് റൂദർഫോർഡ്. അദ്ദേഹം അതിൽ പറയുന്നത് ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട്, കേന്ദ്രഭാഗത്താണ് ന്യൂക്ലിയസ് സ്ഥിതി ചെയ്യുന്നത്. ആറ്റത്തിനൊരു കേന്ദ്രമുണ്ട്, കേന്ദ്രം അറിയപ്പെടുന്നത് ന്യൂക്ലിയസ്. ഇലക്ട്രോണുകൾ ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു. എന്തിലൂടെയാണ്? ഓർബിറ്റ്സിലൂടെ. ഇലക്ട്രോണുകൾ ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു, ഓർബിറ്റ്സിലൂടെ ചുറ്റുന്നു. അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളത് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ആ എക്സ്പെരിമെൻറ്റിൻ്റെ പേരെന്താണ്? ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് ആരുടേതാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഈ പരീക്ഷണ പ്രകാരം ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. പോസിറ്റീവ് ചാർജും ആറ്റത്തിൻ്റെ മാസുമൊക്കെ വളരെ ചെറിയ മേഖലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ മേഖല എന്നറിയപ്പെടുന്നത് എന്താണ്? ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിലെ ചാർജും മാസുമൊക്കെ ഒരു ചെറിയ മേഖലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ ആ മേഖല അറിയപ്പെടുന്നത് ന്യൂക്ലിയസ് കേട്ടോ. അപ്പം ഏത് പരീക്ഷണമാണ്? ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. ആരുടേതാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഇനി അടുത്തത് ബോർ ആറ്റം മാതൃക. ബോർ ആറ്റം മാതൃക. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റം മാതൃക ആദ്യമേ അവതരിപ്പിച്ചത് ആരാണ്? നീൽ ബോർ. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റം മാതൃക ആദ്യമേ അവതരിപ്പിച്ചത് നീൽ ബോർ. ബോറിൻ്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് എന്തിനെയാണ്? ക്വാണ്ടം തിയറി. ബോറിൻ്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം തിയറി. ബോറിൻ്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം തിയറി. ഇനി ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് എന്താണ്? ഓർബിറ്റ്. ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റുകൾ. ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റുകൾ. ഇനി അതിൻ്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം. ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ വലയം ചെയ്യുന്നത് ഒരു നിശ്ചിത ഓർബിറ്റുകളിൽ കൂടിയാണ്. ഒന്നാമത്തേത്. അടുത്തത് ഷെല്ലുകളെ ഊർജ്ജ നിലകൾ എന്ന് അദ്ദേഹം വിളിച്ചു. അപ്പം ഷെല്ലുകളെ ഊർജ്ജ നിലകൾ എന്ന് വിളിച്ചത് ആരാണ്? നീൽ ബോർ. ഷെല്ലുകളെ ഊർജ്ജ നിലകൾ എന്ന് വിളിച്ചു. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഇനി ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരും. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരും. ഇതാണ് നീൽ ബോറിൻ്റെ ആറ്റം മോഡലിൻ്റെ സവിശേഷതകൾ. അടുത്തത് ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് എന്താണ്? ഓർബിറ്റുകൾ. നമ്മൾ പറഞ്ഞിരുന്നു. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്താനുള്ള ഒരു സൂത്രവാക്യമുണ്ട്. അതായത് 2n². n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെൽസ്. 2n². n എന്ന് പറയുന്നത് ഷെല്ലുകളുടെ നമ്പറാണ്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യം എന്താണ്? 2n². n എന്ന് പറയുന്നത് ഷെല്ലുകളുടെ നമ്പറാണ്. നോക്കിയേ, എത്ര ഷെല്ലുണ്ട്? KLMN 4 ഷെൽ. ഇതാണ് KLMN 4 ഷെൽ. ഈ കെയ്ക്കും എല്ലിനും എമ്മിനും എന്നിനൊക്കെ നമ്പർ കൊടുത്തതാണ് എന്ത്? K ആണ് ഒന്നാമത്തെ ഷെൽ. അപ്പം എന്നിൻ്റെ നമ്പർ 1. K = 1. അപ്പം n എന്ന് പറയുന്നത് 1. അപ്പം അതിൻ്റെ ഇലക്ട്രോൺ കപ്പാസിറ്റി, K ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോൺ കപ്പാസിറ്റി എത്രയാണ്? 2 × 1² എന്ന് പറയുന്നത് 2. അപ്പം K ഷെല്ലിൽ 2 എണ്ണം മാത്രമേ ഉൾക്കൊള്ളുള്ളൂ. L ഷെല്ലിലോ? രണ്ടാമത്തെ ഷെല്ലിൽ n-ന് 2 എന്ന് കൊടുക്കുമ്പം 2n² എന്ന ഇക്വേഷനിൽ നമ്മൾ കൊടുത്തു കഴിയുമ്പം 2 × 2², അതായത് 2 × 4 എന്ന് പറയും. 2 × 4 8. അപ്പം രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം നമുക്ക്
ഇലക്ട്രോണുകൾ കപ്പാസിറ്റി എത്രയാണ്? 8 എണ്ണമേ പറ്റുള്ളൂ രണ്ടാമത്തെ ഷെല്ലിൽ. എം ഷെല്ലിലോ എം എന്ന് പറയുമ്പം n=3 എന്ന് വരും. അപ്പം 2 × n², 3² എന്ന് പറയുന്നത് എത്രയാണ്? 3 × 3 9. ഇപ്പം 2 × 9 18. അപ്പം മൂന്നാമത്തെ ഷെല്ലിൽ 18 എണ്ണം മാത്രമേ ഉൾക്കൊള്ളുള്ളൂ. ഇനി നാലാമത്തെ ഷെല്ലിലോ? അപ്പോൾ എന്നിന് 4 ഇട്ട് കൊടുക്കുമ്പം 2 × 4² 32. നാലാമത്തെ ഷെല്ലിൽ 32 എണ്ണമേ പറ്റുള്ളൂ. KLMN ഇതാണ് ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഷെല്ലിലെ ഇലക്ട്രോൺ കപ്പാസിറ്റി കണ്ടെത്താനുള്ള ഇക്വേഷൻ ഏതാണ്? 2n². അപ്പോൾ n എന്ന് പറയുന്നത് KLMNൻ്റെ ഷെല്ലുകളുടെ നമ്പറാണ്. K ആണ് ആദ്യത്തേത്, അതായത് n=1, L ആണ് രണ്ടാമത്തേത്, അപ്പോൾ n=2, M ആണ് മൂന്നാമത്തേത്, അപ്പം n=3, N ആണ് നാലാമത്തേത്, n=4. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺ കപ്പാസിറ്റിയുടെ എണ്ണം കണ്ടെത്തുന്നത്. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ കേന്ദ്ര ബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരമാണ് എന്ത്? ആറ്റോമിക് ആരം. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ കേന്ദ്രബിന്ദു, സെൻറ്റർ മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരം, സെൻറ്റർ മുതൽ പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരം ആണ് എന്താണ്? ആറ്റോമിക് ആരം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഷെല്ലിനുള്ളിലും കാണപ്പെടുന്ന ഊർജ്ജ മേഖല അറിയപ്പെടുന്നത് എന്താണ്? സബ്ഷെൽ. ഓരോ ഷെല്ലിനുള്ളിലും അതിൻ്റെ ഊർജ്ജ മേഖല, അതിനുള്ളിൽ തന്നെ മറ്റു ഊർജ്ജ മേഖലയുമുണ്ട്. അതിനറിയപ്പെടുന്ന എന്താണ്? സബ്ഷെൽ എന്ന് പറയും. ഷെല്ലിനുള്ളിൽ തന്നെ കാണുന്നതാണ് സബ്ഷെൽ. ഈ സബ്ഷെല്ലിൽ എത്ര എണ്ണമാണ്? 4 എണ്ണം. SPDF ഇതാണ് സബ്ഷെല്ലുകൾ. സബ്ഷെല്ലിൽ എത്ര എണ്ണമാണ്? 4 എണ്ണം. SPDF ഷെല്ലിനുള്ളിൽ തന്നെയുള്ള ഊർജ്ജ നിലകളാണ് എന്തൊക്കെ? സബ്ഷെല്ലുകൾ. ഏതൊക്കെയാണ്? SPDF. നോക്കിയേ, സബ്ഷെല്ല് ഓർബിറ്റൽസ്, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ. സബ്ഷെല്ല് ഏതൊക്കെയാണ്? SPDF ആണ് സബ്ഷെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഷെല്ല് ഏതൊക്കെയാണ്? KLMN ആണ് ഷെല്ല്. അപ്പം ഷെല്ലിൽ തന്നെ ഉള്ള മറ്റു ഊർജ്ജ മേഖലയ്ക്ക് എന്താ പറയുന്നത്? സബ്ഷെൽ എന്ന് പറയുന്നത്. അതായത് SPDF ആണ് സബ്ഷെൽ എന്ന് പറയുന്നത്. നോക്കിയേ, എസിൻ്റെ ഓർബിറ്റൽസ് ഏതൊക്കെയാണ്? എസിന് 1, പിക്ക് 3, ഡിക്ക് 5, എഫിന് 7. അപ്പം എസ്സിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രണ്ണേ പറ്റുള്ളൂ? 2 എണ്ണേ പറ്റുള്ളൂ. എസ്സിന് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര എണ്ണമാണ്? 2 എണ്ണം. പിക്ക് 6 എണ്ണം, ഡിക്ക് 10 എണ്ണം, എഫിന് 14 എണ്ണം. ഇനി SPDFിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഓർബിറ്റലുടെ എണ്ണം എത്രയാണ്? എസ്സിന് 1 ഓർബിറ്റ്, പിക്ക് 3 ഓർബിറ്റ്, ഡിക്ക് 5 ഓർബിറ്റ്, എഫിന് 7 ഓർബിറ്റൽസും ഉണ്ട്. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ എസ്സിന് 2 എണ്ണമേ പറ്റുള്ളൂ. പിക്ക് 6 എണ്ണം, ഡിക്ക് 10 എണ്ണം, എഫിന് 14 എണ്ണം. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. എസ്സിൻ്റെ ആകൃതി എന്താണ്? ഗോളാകൃതിയാണ്. എസ്സിൻ്റെ ഗോളാകൃതിയാണ്. പിക്ക് ഡംബൽ ആകൃതിയാണ്. ഡിക്കും എഫിനും കോംപ്ലക്സ് ആകൃതിയാണ്, സങ്കീർണമാണ്. എസ്സിന് ഗോളാകൃതി, പിക്ക് ഡംബലാകൃതി, ഡിക്കും എഫിനും കോംപ്ലക്സ് ആകൃതിയാണ്, സങ്കീർണമാണ്. കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ഏറ്റവും ലഘുവായ ആറ്റം ഏതാണ്? ഹൈഡ്രജൻ. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജൻ. ഏറ്റവും ചെറിയ ആറ്റം ഏതാ? ഹീലിയം. ഏറ്റവും ചെറിയ ആറ്റം ഹീലിയം. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജൻ, ഏറ്റവും ചെറിയ ആറ്റം ഹീലിയം. ഏറ്റവും വലിയ ആറ്റം ഏതാ? ഫ്രാൻസിയം. ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയം. ഏറ്റവും ചെറിയ ആറ്റം ഹീലിയം, വലുത് ഫ്രാൻസിയം. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ഏതാണ്? ബെറിലിയം. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറിലിയം. ഇനി ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം ഏതാണ് പ്രകൃതിയാലുള്ളത്? റഡോൺ. ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം പ്രകൃതിയാലുള്ളത് റഡോൺ. ഓക്കെ, അപ്പം ഏറ്റവും ലഘുവായ ആറ്റം ഏതാണ്? ഹൈഡ്രജൻ. ഏറ്റവും ചെറിയ ആറ്റം ഹീലിയം, വലിയ ആറ്റം ഫ്രാൻസിയം. ചെറിയ ആറ്റമുള്ള ലോഹം ഏതാണ്? ബെറിലിയം. ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം ഏതാണ് പ്രകൃതിയാലുള്ളത്? റാഡോൺ. ഇനി നോക്കി, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് ഐസോട്ടോപ്പ്. PSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഐസോട്ടോപ്പ്. എന്താണ്?
ഒരേ ആറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോട്ടോപ്പ്. ഒരേ ആറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും, ഒരേ ആറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഉള്ളത് ഐസോട്ടോപ്പ്. മറക്കരുത്, ഒരേ ആറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഐസോട്ടോപ്പ്. ഒരേ അറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും എന്താണ്? ഐസോട്ടോപ്പ്. കണ്ടെത്തിയത് ആരാണ്? ഫ്രെഡറിക് സോഡി ഐസോട്ടോപ്പ് കണ്ടെത്തിയത് ഫ്രെഡറിക് സോഡി. ഇമ്പോർട്ടൻ്റ് ആണ്. ഐസോട്ടോപ്പ് കണ്ടെത്തിയത് ഫ്രെഡറിക് സോഡി. ഇനി ന്യൂട്രോണിൻ്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഐസോട്ടോപ്പുകൾ ഉണ്ടാകാൻ കാരണം. എന്താണ് ഐസോട്ടോപ്പ് ഉണ്ടാകാൻ കാരണം? എന്താണ്? ന്യൂട്രോണിൻ്റെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് ഐസോട്ടോപ്പുകൾ ഉണ്ടാകാനുള്ള കാരണം. ന്യൂട്രോണിൻ്റെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം, ന്യൂട്രോണിൻ്റെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം. ഇനി നോക്കി, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ നമുക്ക് നോക്കാം. എന്താണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. ഈ 3 എണ്ണമാണ് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ആദ്യത്തെ നോക്കിയ പ്രോട്ടിയത്തിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. അതായത് പ്രോട്ടിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 1. ഇനി നോക്കിയ ഡ്യൂട്ടീരിയം നോക്കിയ രണ്ടാമത്തേത് ഒരു പ്രോട്ടോൺ ഉണ്ട്, പിന്നെ ഒരു ന്യൂട്രോണും ഉണ്ട്, ഒരു ഇലക്ട്രോണും ഉണ്ട്. ഒരു ന്യൂട്രോൺ ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇപ്പം നോക്കി, അപ്പം ഡ്യൂട്ടീരിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 2 ആണ്. ട്രീഷ്യം നോക്കി, ഒരു പ്രോട്ടോൺ ഉണ്ട്, 2 ന്യൂട്രോൺ ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പം ട്രീഷ്യം നോക്കി, ട്രീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 3 ആണ് അല്ലേ. ഈ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യമാണ് എന്ത്? ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ. H11, H12, H13. ഈ H11 എന്താണ്? പ്രോട്ടിയമാണ്. H12 ഡ്യൂട്ടീരിയം, H13 ട്രീഷ്യം, 3 ട്രീഷ്യം. ഓക്കെ, ഹൈഡ്രജൻ്റെ ഏറ്റവും സാധാരണ ലളിതമായ ഐസോട്ടോപ്പ് ഏതാണ്? പ്രോട്ടിയം. ഹൈഡ്രജൻ്റെ ഏറ്റവും സാധാരണ കാണുന്ന ഐസോട്ടോപ്പ് ഏതാണ്? പ്രോട്ടിയം. നോക്കി, ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? ട്രിഷ്യമാണ്, H13 ആണ്. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? മൂന്നാമത്തേതാണ് ട്രിഷ്യം. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഹൈഡ്രജൻ്റെത് ട്രിഷ്യം. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് ഡ്യൂട്ടീരിയം. പ്രകൃതിയിൽ കാണപ്പെടുന്നത് ഏതാണ്? പ്രോട്ടിയം. ഹൈഡ്രജൻ ഏറ്റവും സാധാരണമായ ഐസോട്ടോപ്പ് അതാണ് പ്രോട്ടിയം. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് ഡ്യൂട്ടീരിയം. റേഡിയോ ആക്റ്റീവ് ഏതാണ്? ട്രിഷ്യം. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി, കാർബണിൻ്റെ നമുക്ക് ഐസോട്ടോപ്പ് 3 കാണാം. കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഇതാണ് എന്ത്? കാർബണിൻ്റെ 3 ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. നോക്കി, കാർബൺ 12 6 പ്രോട്ടോൺ ഉണ്ട്, 6 ന്യൂട്രോൺ ഉണ്ട്, 6 ഇലക്ട്രോൺ ഉണ്ട്. എല്ലാം സെയിം ആണല്ലേ. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഒക്കെ സെയിം ആണ്. ഇവിടെ നോക്കിയേ, കാർബൺ 13 നോക്കിയേ, പ്രോട്ടോൺ 6 ഇലക്ട്രോൺ 6 ഉണ്ട്. എന്നാൽ പക്ഷേ ന്യൂട്രോണോ 7 അതാണ് കാർബൺ 13 വന്നത്. നോക്കി, കാർബൺ 14 നോക്കിയേ, പ്രോട്ടോൺ 6, ഇലക്ട്രോൺ 6, ന്യൂട്രോണോ 8. അപ്പം ന്യൂട്രോണിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് എന്ത്? ഐസോട്ടോപ്പ് ഉണ്ടാകാൻ കാരണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. ന്യൂട്രോണിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഐസോട്ടോപ്പ് ഉണ്ടാകാൻ കാരണം. ഓക്കെ, പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 12. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 12. ഇനി മൂലകങ്ങളുടെ അറ്റോമിക് മാസ് അളക്കുന്നതിനുള്ള പ്രമാണമായി സ്വീകരിച്ചിട്ടുള്ളത് കാർബണിൻ്റെ ഏത് ഐസോട്ടോപ്പിൻ്റെ മാസാണ്? കാർബൺ 12. മൂലകങ്ങളുടെ അറ്റോമിക് മാസ് അളക്കുന്നതിനുള്ള പ്രമാണമായി സ്വീകരിച്ചിട്ടുള്ളത് കാർബണിൻ്റെ ഏത് ഐസോട്ടോപ്പിൻ്റെ മാസാണ്? കാർബൺ 12. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 14. കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് കാർബൺ 14. അത് ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ്, അതായത് ഫോസിലുകളുടെ ഒക്കെ കാലപ്പഴക്കമൊക്കെ നിർണ്ണയിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് കാർബൺ 14 ആണ്.
അടുത്തത് കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 14 ആണ്. കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് കാർബൺ 14 ആണ്. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? ഫോസ്ഫറസ് 31. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? ഫോസ്ഫറസ് 31. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഫോസ്ഫറസ് 31. മനുഷ്യരിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ്? പൊട്ടാസ്യം 40. മനുഷ്യരിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം പൊട്ടാസ്യം 40. ഇനി വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ, ട്യൂമർ മുതലായ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പുകൾ ഏതാണ്? അയഡിൻ 131 കൊബാൾട്ട് 60. അയഡിൻ 131 കൊബാൾട്ട് 60 എന്തിനൊക്കെയാണ്? ക്യാൻസറിനും ട്യൂമറിനും രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതൊക്കെയാണ്? അയോഡിൻ 131 കൊബാൾട്ട് 60. ഇനി നോക്കിയേ, ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? യുറേനിയം 235. PYQ ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? യുറേനിയം 235. ഇനി നോക്കിയേ, ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിലെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? യുറേനിയം 235 ഇമ്പോർട്ടൻ്റ് ആണ്. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിലെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? യുറേനിയം 235. എന്നാൽ നാഗസാക്കിയിലേതോ? അത് പ്ലൂട്ടോണിയം 239. നാഗസാക്കിയിലേത് പ്ലൂട്ടോണിയമാണ്. ഹിരോഷിമയിലെ യുറേനിയം 235ഉം നാഗസാക്കിയിൽ പ്ലൂട്ടോണിയം 213. അടുത്ത നോക്കി, ഐസോബാർ. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത ആറ്റോമിക് നമ്പരുമുള്ള ആറ്റങ്ങളാണ് എന്ത്? ഐസോബാർ എന്നറിയപ്പെടുന്നത്. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത ആറ്റോമിക് നമ്പരുമുള്ള ആറ്റങ്ങളാണ് ഐസോബാർ. ഉദാഹരണം ഏതൊക്കെയാണ്? ആർഗൺ 4018, പിന്നെ പൊട്ടാസ്യം 4019. ഓക്കെ, ആർഗൺ 4018, പൊട്ടാസ്യം 4019. ഇവിടെ നോക്കിയേ, നമുക്ക് വ്യത്യസ്തമായ അറ്റോമിക് നമ്പറാണല്ലേ. താഴെ 18ഉം 19ഉം ആണ് കിടക്കുന്നത്. നോക്കിയേ, മോളിൽ മാസ് നമ്പർ രണ്ടും സെയിം ആണ്. അപ്പം ആർഗൺ 4018, K 4019, പൊട്ടാസ്യം 4019. എന്തിന് എക്സാമ്പിളാണ്? ഐസോബാർ. എന്താണ് ഐസോബാർ? ഒരേ മാസ് നമ്പരും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് ഐസോബാർ എന്ന് വിളിക്കുന്നത്. നോക്കിയേ, ഐസോട്ടോൺ. ഐസോട്ടോൺ ടോൺ തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളും ഉള്ള ആറ്റങ്ങൾ. ഐസോട്ടോണിന് എന്തുണ്ട്? തുല്യ എണ്ണം ന്യൂട്രോണുകളാണുള്ളത്. ഐസോട്ടോൺ, തുല്യ എണ്ണം ന്യൂട്രോൺ. ഐസോട്ടോൺ ടോൺ ന്യൂട്രോൺ, തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുമുള്ള ആറ്റങ്ങളാണ് എന്ത്? ഐസോട്ടോൺ എന്ന് പറയുന്നത്. നോക്കിയേ, ഹൈഡ്രജൻ H13ഉം ഹീലിയം He2 എന്നിവയിൽ ഇത് നോക്കി, ഈ രണ്ട് എലമെൻസിലെ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 എണ്ണമാണ്. നമ്മൾ ന്യൂട്രോണിൻ്റെ എണ്ണം കാണുന്നത് എങ്ങനെയാണ്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഇവിടെ 3 - 1 എന്ന് പറയുന്നത് 2 ആണ്. ഹീലിയത്തിൻ്റെ 4 - 2 എന്ന് പറയുന്നത് 2 ആണ്. അപ്പം ന്യൂട്രോണുകളുടെ എണ്ണം ഈ രണ്ട് എലമെൻസിനും സെയിം ആണ്. അപ്പം ഈ രണ്ട് എലമെൻസിനെ പറയുന്ന പേരെന്താണ്? ഐസോട്ടോൺ. ഐസോട്ടോൺ. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായിരിക്കും, പ്രോട്ടോണുകൾ വ്യത്യസ്തമായിരിക്കും. അപ്പം അവയെ വിളിക്കുന്ന പേരെന്താണ്? ഐസോട്ടോൺ. ഐസോട്ടോൺ. നോക്കി, ഐസോബാറുകളും ഐസോട്ടോണുകളും വ്യത്യസ്ത മൂലക ആറ്റങ്ങളാണ്. ഐസോബാറുകളും ഐസോട്ടോണുകളും വ്യത്യസ്ത മൂലക ആറ്റങ്ങളാണ്. അപ്പോൾ അടുത്തത് എന്താണ് ഐസോമർ എന്ന് നോക്കാം. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ എന്ന് പറയുന്നത്. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ. ഉദാഹരണത്തിന് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിനായി ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനിയും നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ വരാനായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ക്ലാസ്സുകൾ വേണമെന്നുള്ളത്
നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ എനിക്കറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്നായിട്ട് പഠിക്കണം. ഓരോ പോയിൻറ്റ്സും നോട്ട് എഴുതി തന്നെ പഠിക്കണം. ഇനി നോട്ട് എഴുതാൻ സമയമില്ലെങ്കിൽ പോലും ഫോൺ എവിടെയെങ്കിലും ഒന്ന് ഓണാക്കി വെച്ചിട്ട് ജോലി ചെയ്യുന്ന സമയത്തിനൊക്കെ നമുക്ക് കേട്ട് വേണേലും പഠിക്കാം. അപ്പോൾ ഓരോ സമയവും നമ്മുടെ വിലപ്പെട്ടതാണ്. നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.